ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജല സഞ്ജു. അപ്പം നമ്മൾ പോണത് തായ്ഫിക്കാണ് കേട്ടോ. തായ്ഫിലുള്ളൊരു സൂക്കാണ് പോണത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ നമ്മളൊരാളിങ്ങനെ നല്ല ഹൈറ്റിൽ എന്തോ ഇതിൽ നിൽക്കണുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണത്. അവരെന്തോ ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കണത്, എന്തോ വെച്ചിക്കാണ് കാലെന്തോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ ഉള്ളിലേക്ക് കയറാൻ രീതിയിൽ ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോകാണ്ട് ഉള്ളിലേക്ക്. കയറുമ്പോൾ തന്നെ മുന്നിൽ കുറേ കടകളാണ് നമ്മൾ കാണുന്നത്, കുറേ ഷോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് ഷോപ്പുകൾ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സൂവിൻ്റെ ഫ്രണ്ടിൽ. പുറത്ത് ഇങ്ങനെ കുട്ടികൾ കളിക്കാനൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ആ ഷോപ്പൊക്കെ ഒന്ന് നോക്കട്ടെ എഴുതിയിട്ട് ഇങ്ങനെ ഷോപ്പ് ഇങ്ങനെ നടന്നു നോക്കിട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ജ്വല്ലറികൾ കാണുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ജ്വല്ലറികൾ നോക്കണം കേട്ടോ. വലിയ രസമുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല, ബാഗും എല്ലാതും ഉണ്ട് കേട്ടോ, ഡ്രസ്സും ബാഗും. പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അവിടെ. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഓവർ റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും വാങ്ങാനൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം നോക്കിക്കാണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ സൂവിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടില്ല ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ്, റീൽസ് ഇടാലേത് വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ നമ്മൾ നടന്നുള്ളിൽ കയറുകയാണ്. അപ്പോൾ ഈ ഊഞ്ഞാലിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സിബിഷനൊക്കെ കാണൂലേ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ കുട്ടികൾക്കില്ലേ. അപ്പോൾ എന്നെ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഒന്നും കഴിക്കാതെ കേട്ടോ പോന്നിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ നടക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലാത്തവർക്ക് നടന്ന് കഴിക്കാം അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്യാണ്. പക്ഷെ വെള്ളം കുറച്ച് കൂടിയത് ഡൗട്ട് കേട്ടോ. അത് കുറച്ച് മിക്സായി വരാൻ ടൈം എടുത്തു. അപ്പോൾ എനിക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, ഓനെയാണ് അത് കഴിച്ചത്. എന്നിട്ട് നമ്മളിങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ഒരു 6 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയത്. നല്ല തണുപ്പായിരുന്നു. തണുപ്പത്ത് നൂഡിൽസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് പോയത്. എന്നാലും നമുക്ക് തണുപ്പ് സഹിക്കാൻ വയ്യണ്ടായില്ല കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഇങ്ങനെ സെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിക്കുന്നത്. നമ്മളൊരു ഊട്ടി പോയൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ തന്നെ എടുത്തിട്ടോ കുറച്ച്. പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് നടന്നിട്ടോ. നടന്നപ്പോഴാണ് നമ്മൾ പുലീനെയൊക്കെ കണ്ടിട്ടോ. പുലി, കരടി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ചിലതൊന്നും എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ പേര് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം എന്താണെന്ന്. പുലിയൊക്കെ നല്ല കൂളായിട്ടാണ് നിൽക്കുന്നത്. പുലിനെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുലിനെ കുറച്ച് നമ്മൾ തൊട്ടടുത്താട്ടോ, നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് കുറച്ച് നേരം കയറി ചെന്നേക്ക് തന്നെ നമുക്ക് പുലിനെ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് നേരം അങ്ങനെ നമ്മളെ കൂടെയൊക്കെ നടന്നു കേട്ടോ. പല മൃഗങ്ങളുണ്ട്, പലതും പല ഭാഗത്തുമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടില്ല, ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. പുലി നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നിലേക്ക് നടക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ നടക്കുക കേട്ടോ. മുന്നിലേക്ക് കുറേ കാണാണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ഒരാൾ ഒരു മൃഗത്തിനെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പെറ്റുകളായിട്ട് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന സ്ഥലം കണ്ടിട്ടോ. അതേമാതിരി പുറത്ത് വരെന്തോന്ന് കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ എന്താണെന്നൊന്നും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി കേട്ടോ അവിടെ നിന്ന് കണ്ട്. അപ്പോൾ ഓരിങ്ങനെ അതിനിങ്ങനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനെന്തോ ചെങ്ങലൊക്കെ കെട്ടുക്കണു. അപ്പോൾ അതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ കുറേ കുട്ടികൾ ഇതേപോലെ ഇങ്ങനെ മൃഗങ്ങളായിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കുക, കളിക്കുക. അത് നല്ല രസമായി തോന്നിട്ടോ നമുക്ക്. ഇങ്ങനെ ഒരു രീതി ഓർക്കായിട്ട് വേറെ രീതി ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നിങ്ങനെ നോക്കിയിട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നപ്പോൾ നമ്മൾ പഞ്ഞിമുട്ടായി കണ്ടിട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ മുന്നിലേക്ക് നടന്നപ്പോൾ നമ്മൾ ജിറാഫിനെയാണ് കേട്ടോ കണ്ടത്. ജിറാഫൊക്കെ നല്ല സെറ്റായിട്ട് നമ്മൾ ഇത്ര അടുത്ത ആദ്യമായിട്ടാണ് കേട്ടോ ജിറാഫിനൊക്കെ കാണുന്നത്. ഇവർക്ക് വേണമെങ്കിൽ ഫുഡ് കൊടുക്കണേ നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അറബികളൊക്കെ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മളതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ അലൗഡ് അല്ലല്ലോ ഫുഡ് കൊടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ മുന്നിലേക്ക് നടന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇരുന്ന് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചിങ്ങനെ മുന്നിൽ നടന്നപ്പോഴാണ് മാനയൊക്കെ കണ്ടിട്ടോ. കുറേ മാനുകളുണ്ടായിരുന്നു. ഇത്ര അടുത്തൊക്കെ മാന ഇങ്ങനെ
ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മാനൊക്കെ നമ്മളിങ്ങനെ കൈ കാണിച്ചാൽ നമ്മളെടുത്തേക്കാണ് വരും കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുക എത്തിയിട്ടായിരിക്കും നമ്മളെടുത്തേക്ക് നമ്മൾ വിളിക്കുമ്പോഴത്തേന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ മാനുകളിങ്ങനെ എടുത്തേക്കിങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ. സാധാരണ മൃഗങ്ങളൊക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ലേ, ഇവരെന്താ അറിയില്ല, നല്ല അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ അടുത്തേക്ക്. ഈ സൂവിൽ അധികം മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് മൃഗങ്ങളുണ്ടായിരുന്നത് പുലി, കടുവ, അങ്ങനെ മുയൽ, മാന്, ഒട്ടകം, അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളുണ്ടായിരുന്നു. സാധാരണ സൂവിലൊക്കെ കുറേ മൃഗങ്ങളുണ്ടാവുമല്ലോ, അതൊന്നും ഇല്ല കേട്ടോ. കുട്ടികളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർക്കൊന്നും പേടിയൊന്നും ഇല്ല, എന്താണെന്ന് അറിയില്ല, ഓരോതിലങ്ങനെ ആയിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഫീഡ് ചെയ്യാനൊന്നും അയക്കൂലല്ലോ. പിന്നെ അവിടെ ഒരു വെളിച്ചം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു ഒട്ടകത്തിനെ കണ്ടു കേട്ടോ. ഒട്ടകത്തിൻ്റെ വേറെ എന്തോ ഒരു ഐറ്റാണ്, 2 കൂനെ കണ്ടു കേട്ടോ. അതൊരു വെറൈറ്റി ആയി തോന്നി. അപ്പോൾ നമ്മൾ അതിനെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഇത് നമ്മളങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മുന്നേക്ക് നടന്നു കേട്ടോ. കുറച്ച് മുന്നേക്ക് ഇങ്ങനെ നടന്നിട്ട് കുറേ ഉണ്ട് കേട്ടോ സൂ കാണാൻ. അത്യാവശ്യം നല്ല നടക്കാണ്ട്, പാർക്കും സൂവും അങ്ങനെയൊക്കെ ഫുള്ള് അങ്ങനെ ഒറ്റ ഒന്നിലായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ വന്ന ടൈമിൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഒരു നൈറ്റ് ഒരു 8 മണി 9 മണി ആ ടൈമിലായപ്പോഴാണ് നല്ല ആൾക്കാർ വന്നു കേട്ടോ. ഇവിടെ ആ ഒരു ടൈമിലാണ് തോന്നുന്നുണ്ട് ആൾക്കാരൊക്കെ അധികം വരൽ. നമ്മൾ വന്നപ്പോൾ അത്ര തിരക്കുണ്ടായില്ല കേട്ടോ. പോരാൻ ആ ടൈമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്വീറ്റ് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് വന്നൊരു സ്വീറ്റ് കോണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു. സ്വീറ്റ് കോൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻകൂർ കൊടുക്കാത്തതിൻ്റെ പരാതി പറയാം കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ കഴിച്ച് നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഈ ഒരു സൂവിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ ആയാലും നമുക്ക് പല ഐറ്റം ഫുഡുകളൊക്കെ തന്നെ നടന്നിങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നിങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പം ഇരുന്ന് കഴിക്കാൻ എത്തിയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് വേറെ എന്തോ ഒരു സാധനം കൂടി വാങ്ങിട്ടോ. അവിടെ നിന്ന് എന്തൊരു പൊട്ടാറ്റോസ് എന്തോ സ്പ്രിങ് എന്തോ പറഞ്ഞിട്ടാണ് കേട്ടോ. കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വാങ്ങിയ ആ ഒരു പൊട്ടാറ്റോൻ്റെ സാധനത്തിൽ ക്വാണ്ടിറ്റി കുറവേ കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മളൊരു ലോഡർ ഫ്രൈസൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടോ എനിക്ക് വന്നത്. അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വൈബായിട്ട് ഇരിക്കാം കേട്ടോ. നമ്മളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. ഓരോ വഴി കൂടി നടക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ പോകാൻ എഴുതിയിട്ട് നമ്മളിങ്ങനെ നടക്കേണ്ട. അപ്പോൾ നമ്മൾ പാർക്കിലും കൂടി ഒന്ന് കയറാൻ എഴുതിയിട്ട് ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ കയറി കേട്ടോ. പാർക്കിലിപ്പോൾ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എക്സിബിഷനൊക്കെ പോയ പോലെ ചില റൈഡിലൊക്കെ തന്നെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ചിലതിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് കയറണം. അപ്പോൾ ഞാൻ പറഞ്ഞു കയറുന്നു വേണ്ട, എനിക്ക് പേടിയാണ് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത്. ഇങ്ങനെ ഈ പുലിനായിട്ട് സിംഹത്തിനായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കളിക്കട്ടോ. ഇതൊക്കെ ഇവരെ ട്രെയിനർമാരാണെന്ന് തോന്നുന്നുണ്ട്. ഇവർ ഡെയിലി ഇങ്ങനെ കളിക്കണോണ്ട് അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് തോന്നുന്നു. ഓരോ കൂടെ ഓരോങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരിങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇവർ അതേപോലെ ഫുഡൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലെ സൂവിലൊന്നും ഇങ്ങനെ ഫുഡൊന്നും ഇങ്ങനെ ഇത്ര പബ്ലിക്കായിട്ട് കൊടുക്കണമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു 2-3-4 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരിങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കണ മാതിരി ഇങ്ങനെ കാണിച്ചിട്ട് ഓരോ കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിപ്പിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോരാ കരുതിട്ടോ. കാരണം നമുക്ക് 1 മണിക്കൂർ ഏകദേശം ട്രാവൽ വരുന്നുണ്ട്. നമുക്ക് മക്കത്തേക്ക് എത്തണം. നമ്മൾ മക്കത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഇവർ ഈ കളിക്കണക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികമൊന്നും കാണാൻ നിന്നിട്ടുണ്ടായില്ല. വേഗം ഒന്ന് പോന്നു. പിന്നെ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിൽക്കാൻ തീരെ കഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാ എത്തി. നമ്മൾ വണ്ടിയുടെ അവിടേക്ക് തന്നെ നടക്കാൻ കേട്ടോ തിരിച്ചെങ്ങാണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോയാൽ എത്തിക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ വന്നപ്പോൾ അധികമൊന്നും കഴിക്കുകയും ചെയ്തില്ല. പിന്നെ നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോയത് ചുരത്തുമ്മ കൂടിയാണ് കേട്ടോ. വന്നത് നമ്മൾ വേറെ ഊട്ടിയായിരുന്നു. അപ്പോൾ തിരിച്ച് ചുരത്തുമ്മ കൂടി പോകാൻ എത്തിയിട്ട് രാത്രിയാണ് ചുരം കാണാൻ രസം കരുതിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എത്തി പോരുകയാണ് കേട്ടോ.
വരുന്ന വഴിക്ക് നമ്മൾ ചെറുത്തിൻ്റെ അവിടെ നിർത്തിക്കാണ്ട് വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കേട്ടോ. റഹ്മത്ത് ഒരു ഹോട്ടലിലാണ് കയറിയത്. ഫസ്റ്റ് ടൈം നമ്മൾ കുഞ്ഞിപ്പത്തലും ബീഫുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ പാൽ പൊറാട്ട, അൽഫാം എന്തൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ചുരം കൊണ്ട് അവിടെ ഒന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് ഹോട്ടലൊക്കെ. അപ്പോൾ നമ്മൾ കിട്ടിയ ഹോട്ടലിൽ കയറിയിട്ട് നമ്മളിങ്ങനെ കഴിച്ചതാണ്. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ നമ്മളെ റൂമൊക്കെ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗായ്സ്.